2002 അദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി. 1998 ഡോക്ടർ കലാം. 2015 ജൂലൈ 27 അദ്ദേഹം വേദിയിൽ നിന്ന് വിദ്യാർത്ഥികളോട് സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം അവിടെയുള്ള എല്ലാ വ്യക്തികളെയും ഞെട്ടിച്ചു. കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ സ്പന്ദിച്ചുകൊണ്ടിരുന്നു. ഒരു അധ്യാപകനെപ്പോലെ ജീവിക്കുകയും ഒരു കുട്ടിയെപ്പോലെ സ്വപ്നം കാണുകയും ഇന്ത്യയുടെ അഭിമാനമായി മാറുകയും ചെയ്ത ഈ മനുഷ്യൻ ആരായിരുന്നു? അത് മറ്റാരുമായിരുന്നില്ല, ഭാരതീയരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും സ്വപ്നതുല്യമായ ജീവിതം നയിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അബുൽ പഖീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ജൈനുലബ്ദീൻ ഒരു എളിയ ബോട്ട് ഉടമയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ആഷിയമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദയയും വിശ്വാസവും നിറച്ചു. കുടുംബം ദരിദ്രമായിരുന്നു, പക്ഷെ മൂല്യങ്ങളാൽ സമ്പന്നമായിരുന്നു. എല്ലാ രാത്രിയും അവൻ തെരുവിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ചു. പക്ഷികൾ പറക്കുന്നത് കാണാൻ അവൻ ഇഷ്ടപ്പെട്ടു. പലപ്പോഴും പറയുമായിരുന്നു, ഒരു ദിവസം ഞാൻ പറക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കലാം തിരുച്ചിറപ്പള്ളിയിലെ സെന്റ് ജോസഫ്സ് കോളേജിൽ ഭൗതികശാസ്ത്രം പഠിച്ചു. പിന്നെ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചു. അദ്ദേഹം തന്റെ ആദ്യത്തെ വിമാന മാതൃക നിർമ്മിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫസർ പറഞ്ഞു, നീ വെറുമൊരു വിദ്യാർത്ഥിയല്ല, ഭാവിയിലെ ഒരു ശാസ്ത്രജ്ഞനാണ്. 1960 കലാം പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലും പിന്നീട് ISROയിലും ചേർന്നു. 1980 അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ രോഹിണി RS-1 എന്ന ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. പിന്നീട് ഇന്ത്യയുടെ ശക്തമായ മിസൈലുകളായ അഗ്നിയും പൃഥ്വിയും വന്നു. ഇത് അദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേര് നേടിക്കൊടുത്തു. 1998 ഡോക്ടർ കലാം പൊക്രാനിൽ വിജയകരമായ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. ലോകവേദിയിൽ ഇന്ത്യ തലയുയർത്തി നിന്നു. ശക്തവും ആത്മവിശ്വാസവും സ്വാശ്രയത്വവും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന് അദ്ദേഹത്തിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന 1997 ലഭിച്ചു. 2002 അദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായി. നേതൃത്വത്തിന്റെ അർത്ഥം തന്നെ മാറ്റിമറിച്ചു. കുട്ടികൾ അദ്ദേഹത്തെ ആരാധിച്ചു, ശാസ്ത്രജ്ഞർ അദ്ദേഹത്തെ ബഹുമാനിച്ചു, രാഷ്ട്രം അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രസിഡന്റ് എന്ന് വിളിച്ചു. ജിജ്ഞാസ നിറഞ്ഞ ക്ലാസ് മുറിയാണ് ഏറ്റവും നല്ല ക്ലാസ് മുറി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 2015 ജൂലൈ 27 IIM ഷില്ലോങ്ങിൽ ഒരു പ്രഭാഷണം നടത്തുന്നതിനിടെ അദ്ദേഹത്തിന്റെ സംസാരമധ്യേ കുഴഞ്ഞു വീണു. ഇന്ത്യ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു നിശബ്ദത അവശേഷിപ്പിച്ചു അദ്ദേഹം എന്നേക്കുമായി മടങ്ങി. ഏവർക്കും മാതൃകയായി ജീവിച്ചതുപോലെ അദ്ദേഹം മരിച്ചു. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാനും സ്വപ്നങ്ങൾക്കു വേണ്ടി എങ്ങനെ ജീവിക്കണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു ശാസ്ത്രജ്ഞൻ, അധ്യാപകൻ, സ്വപ്നജീവി. ഒരു പശ്ചാത്തലവും ചെറുതല്ലെന്നും ഒരു സ്വപ്നവും വലുതല്ലെന്നും അദ്ദേഹം തെളിയിച്ചു. രാമേശ്വരത്ത് നിന്ന് രാഷ്ട്രപതി ഭവനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര നമ്മെ എന്നേക്കുമായി ഓർമ്മിപ്പിക്കും. സ്വപ്നം കാണുക, വിശ്വസിക്കുക, നേടിയെടുക്കുക. Please do like, share and subscribe for getting more related videos.